വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ്. ഇതൊരു പുതിയ സർവൈവൽ സീരീസ് ആണ് ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്തിനായാലും പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യിക്കാം. പേര് ലെറ്റ്സ് പ്ലേ എന്നാണ് നമ്മളിന്ന് വിളിക്കുക. പക്ഷെ അതൊരു വെറൈറ്റി ആയിക്കോട്ടെ. ന്യൂ വേൾഡ് 1 ഞാൻ വൺ പീസ് ആകർഷിച്ചാണ് ഈ പേരിട്ടിരിക്കുന്നത്. നമുക്ക് ക്രിയേറ്റ് കൊടുക്കാം. എനിക്കിത് മതി. ഐ ലൈക്ക് ദിസ് വെരി മച്ച്. എന്തായാലും എന്നാൽ അധികമായിട്ടൊന്നും ഗെയിം പ്ലേ ഇടുന്നില്ല. ജസ്റ്റ് ഒരു സ്മോൾ ഗെയിം പ്ലേ ആണ്. നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ അധികം ഗെയിം പ്ലേ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, ഏത് ഒടുക്കത്തെ ലോഡിങ് ആണ്. പുതിയൊരു വേൾഡാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൈൻക്രാഫ്റ്റ് സീരീസ് ചെയ്യണം. നിങ്ങളെ ഫുൾ സപ്പോർട്ടും വേണം. അപ്പം നമ്മളൊരു ജംഗിളിലാണ് സ്പോണായിരിക്കുന്നത്. ജംഗിളല്ലേ ആണ്. അയ്യോ അടിച്ചില്ല. നമുക്കപ്പോൾ ആദ്യം തന്നെ ഒരു മരം വെട്ടി വേണം മൈൻക്രാഫ്റ്റ് തുടങ്ങി. മൈൻക്രാഫ്റ്റ് തന്നെ ഒരു മരം വെട്ടി ഗെയിമാണ്. നമുക്ക് ഈ മരം ഫുൾ അങ്ങോട്ട് ചെയ്യും. ഈ മരം ഭയങ്കര വലിയ മരമാണ്. അതുകൊണ്ട് വെട്ടാൻ കുറച്ച് നേരം നമ്മൾ നേരെ ഓടിക്കോ മച്ചാനെ ഓടിക്കോ. അടുത്തവൈ എൻ്റെ പൊന്നോ, എനിക്ക് ഈ ദേശത്തെ വഴിയറിയില്ല. ഇതെന്തൊരു സാധനമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഭയങ്കര സത്യം പറഞ്ഞാൽ ഡൗൺലോഡ് കളിച്ചിട്ടുണ്ട് നേരത്തെ. ഇവിടെ നിന്നില്ല ബാക്കി പരിപാടി. ഫസ്റ്റ് തന്നെ കുറച്ച് പ്ലാങ്ക്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, കുറച്ച് വുഡ്, ടൂൾസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ വേറെ നമുക്കങ്ങനെ ഫസ്റ്റ് ഒരു പിക്കാക്സ് ഉണ്ടാക്കി ഉണ്ടാക്കാൻ പോകത്തില്ല. എന്തിനായാലും നമ്മൾ ഒരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്ത് വയ്ക്കാം. നമുക്ക് നേരെ മരിങ്ങിലോട്ടോ ജോൺ ടൂൾസിലോട്ട് അപ്ഡേറ്റ് ആയിക്കോട്ടെ. ജോൺ ടൂൾസ് അതാണല്ലോ. നമുക്ക് കുറച്ച് അധികം നമുക്ക് സ്റ്റോൺ ടൂൾസ് എന്തിനായാലും കളക്ട് ചെയ്യാം ഗൈസ്. അത്യാവശ്യം കുറച്ചധികം സ്റ്റോൺ വേണം എന്നാണ് എൻ്റെ നിഗമനം. ഇത്ര മതിയാവും ഗൈസ്. ആരെയും മോളിൽ ഉണ്ടെങ്കിൽ പറയണം. എനിക്ക് ഞാൻ പുതിയ അപ്ഡേറ്റ് ആണ് കേസ് കുറച്ച്. അതുകൊണ്ട് എനിക്കെന്നെ കുറച്ച് വലുതായിട്ടൊന്നും അറിയില്ല. സ്റ്റിക്ക് വാങ്ങാം. ഒരു ഇത് സ്റ്റിക്ക്, ടൂൾസ് എല്ലാം ആയിട്ടുണ്ട്. എല്ലാം പിടിച്ച് അവർ ഫസ്റ്റ് ഹാൻഡിൽ എടുത്ത് ഒട്ടിക്കുക. നമുക്ക് ബാക്കി പരിപാടി കിട്ടും. നമ്മൾ ഇന്നത്തെ ഗോളെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു ബെഡ് ഉണ്ടാക്കി ഒന്ന് സെറ്റിലാവണം. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്, ഒരു വില്ലേജ്. സനമിട്ട് ചേട്ടാ പൊന്നോടെ നോക്കിക്കോളാം. ഒരു ഷിപ്പിനെ ചലയുന്ന എന്നെയാണ് നിങ്ങളീ കാണുന്നത്. ഒരു പരന്ന ഏരിയ, പ്ലെയിൻ ബയോ. കുറച്ച് ഫുഡ് ഒപ്പിച്ചേക്കാം. ഇരിക്കട്ടെ ഗൈസ്. ഫുഡ് മെയിനല്ലേ വേൾഡിൽ.
നേരെ പോയി നേരെ വാ. അതാണ് എൻ്റെ ശീലം. ഇവിടെ ഈ ഇതെന്തിരി സാധനത്തിൻ്റെ പേരെന്തിരി മറന്നു. എനിക്ക് കോർഡിനേറ്റ്സ് അടുത്ത എപ്പിസോഡിൽ ഓണാക്കാം. സെറ്റപ്പ്. കുറച്ച് പശുവിനെ കിട്ടി തല്ലിക്കൊന്നിട്ട് വരാം. വെയിറ്റ്. പശുവിനെ കൊല്ലുമ്പോൾ എന്താന്ന് അറിഞ്ഞൂടാ. നല്ല സുഖം. എന്താ കൊന്നല്ലോ അവന്മാരെ. നേരെ പോയി 2 ഉമ്മരെ പെട്ടിട്ട് വരാം. പിന്നെ ഫുഡ് ഞാൻ ഒരു ഫർണസ് ഉണ്ടാക്കാൻ മറന്നുപോയി. എന്തായാലും ഫസ്റ്റ് തന്നെ എന്തായാലും ബ്ലോക്സിൽ പോയി ഒരു ക്രാഫ്റ്റിൻ്റെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വേണമെന്നുള്ളപ്പോൾ നമ്മൾ ഉണ്ടാക്കും. അതാണ് നമ്മൾ പറയും. സോറി ഗീസ്, സോറി, വെരി സോറി. എന്തായാലും ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കാം. ഒരു ബെഡ് ക്രാഫ്റ്റ് ചെയ്യാൻ ഉള്ളതില്ല. വെയിറ്റ്, കുറച്ച് ചെടി വേണം. നീല ബ്രെഡ് തന്നെ കമോൺ ഗൈസ്, എല്ലാം ഡൈ ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കി. ഇവളെവിടെ ഡൈ ഈ ഡൈ എടുത്ത് വെച്ചിട്ട് എടുത്ത് വെച്ചാൽ ഡൈ ആവുന്നു. ഇങ്ങനെ നമ്മളെ ബെഡ് റെഡി ആയിട്ടുണ്ട്. നീല ബെഡ്. കാലത്തേക്ക് നമുക്കിപ്പം മൈൻഡ് ചെയ്തോണ്ട് തന്നെ നമ്മൾ കുറച്ച് മട്ടൻ കിട്ടിയിട്ടില്ല. നമുക്ക് ഇത് ഉപയോഗിച്ച വിശപ്പ് മാറിയില്ല, മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് യാത്രയിലോട്ട് കിടക്കാം. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു വില്ലേജ് കണ്ടുപിടിക്കാനാണ്. നമ്മളെന്തായാലും നേരെ വില്ലേജും തപ്പിയുള്ള യാത്രയിലേക്ക്. വില്ലേജ് നീ ഇവിടെയുണ്ടോടാ? എൻ്റെ പാട്ടാർക്കും ഇഷ്ടമില്ലാത്ത ഞാൻ പാടുന്നില്ല. ഞാൻ ഏത് വഴിയിലോട്ടു ആ വില്ലേജും തപ്പി. ഇതാണ് ഭയം. ഒന്നും പോലെ അവിടെ നല്ല ഗൈസ് നമ്മൾ വന്ന് ഗൈസ് നമുക്ക് ഉള്ളൊരു ടാസ്ക് വില്ലേജ് കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ച ബാക്കി സെറ്റ്. അത് നമുക്ക് ഇവിടെ തന്നെ ബേസ് പണിയാണ്. വേണ്ട, സ്പാൻ്റെ അടുത്ത് ബേസ് പണിയാൻ ശരിയാണ്. എന്നെ അടിച്ച അവിടെ എന്താ പറ്റിയേ? എന്നെ ആരും അടിച്ച് ഇവിടെ ഈ വേറെ ഞാനല്ല വേറെ ആരെങ്കിലും വേണം. ഇല്ലല്ലേ, എന്തിനായാലും പോവാം. Let's go for it. ഇത് അഡ്വഞ്ചർ മൂഡാണ് അടിക്കണം ഗൈസ്. സമയത്തായി. എന്തിനായാലും വീഡിയോ ഇവിടെ നിർത്തിയാലോ? ഒരു ഡേ ഇത്ര എനിക്ക് ചെയ്ത വിഷയമുള്ളൂ. ഒരു ഡേ നിങ്ങളെ കാണിക്കുന്നു, അത് കഴിഞ്ഞ് ഞാൻ നിർത്തുന്നു വീഡിയോ. ഇത് കിടില സ്ഥലമല്ലേ ഗൈസ്? ഗൈസ് താഴോട്ടിറങ്ങാം ഗൈസ്. ഇത് കിടില സ്ഥലമായിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ തന്നെ അങ്ങ് ബേസ് അങ്ങ് വേണമെന്നാലേ കിടിലായിരിക്കും. ഒരു കേവ് ബേസ് മതി. ഇതാണ് നമ്മളെ ഏരിയ. സക്സസ്ഫുള്ളി വി ഫൈൻഡഡ് അവർ ന്യൂ ബേസ്. നമ്മൾ എന്തായാലും എങ്ങനെയെങ്കിലും അങ്ങോട്ട് എത്താൻ പറ്റുമോ നോക്കാം. കൊള്ളാം. ഇവിടെ ആയിരിക്കും നമ്മളെ ബേസ് വരണം. ഇവിടെ ഞാൻ ബെഡ് വെച്ച് ഇവിടെ ആയിട്ട് ബെഡ് വയ്ക്കുന്നു.